സഞ്ചാരം മനുഷ്യനെ കൂടുതൽ ജീവിതത്തോട് ചേർത്ത് നിർത്തുകയാണെന്ന് സോമൻ കടലൂർ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. ഓരോ യാത്രയും മനുഷ്യനെ ജീവിതത്തോട് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നതെന്ന് പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ സോമൻ കടലൂർ അഭിപ്രായപ്പെട്ടു. SK പൊറ്റക്കാട് മുതൽ സന്തോഷ് ജോർജ് കുളങ്ങര വരെയുള്ളവർ മലയാളത്തിലെ സഞ്ചാര സാഹിത്യത്തെ സമ്പന്നമാക്കിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമയം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച SHA മജീദ് എഴുതിയ സ്വപ്ന വഴികളിലെ രത്നപാതുകങ്ങൾ എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സഞ്ചാര സാഹിത്യത്തിൻ്റെ വർത്തമാനം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സോമൻ കടലൂർ. സഞ്ചാര സാഹിത്യം എന്താണെന്ന് കൃത്യമായി അപരിചിതത്വത്തെ തൊടുകൾ, നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു ലോകത്തേക്കുള്ള പാലം കടന്ന് നമ്മുടെ പോവുകൾ, അങ്ങനെ അപരിചിതത്വത്തിൽ എത്തുകയും അതിന്റെ അറിവുകൾ എന്ന് പറഞ്ഞല്ലോ, മുൻപ് സാറിനോട് പറഞ്ഞല്ലോ, അറിവുകളെല്ലാം നമുക്ക് ഒരു പുസ്തകത്തിലില്ല, മറിച്ച് അനുഭൂതികളാണ്. അത് അതേപടി പകരാനാവില്ല. സന്തോഷ് ജോർജ് കുളങ്ങര പോയിട്ട് അദ്ദേഹത്തിന് വീഡിയോയിൽ പിടിച്ചാൽ പോലും എന്താണ് അത് അതേപോലെ പറയാം, അതിനെ പറ്റിയേ പറയാൻ പറ്റും, അത് പറയാനാവില്ല. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന ചടങ്ങുകൾ ലൈബ്രറി കൗൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരി ലതിക KK പുസ്തകം ഏറ്റുവാങ്ങി. പ്രശസ്ത കഥാകൃത്ത് വത്സൻ അഞ്ചാം പീടിക പുസ്തകം പരിചയപ്പെടുത്തി. പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് അധ്യക്ഷം വഹിച്ചു. ബാലകൃഷ്ണൻ കൊയ്യാൽ, കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ, ഡോക്ടർ T ശശിധരൻ, C നാരായണൻ കൊൽക്കത്ത, ഗ്രന്ഥരചയിതാവ് SHA മജീദ്, പ്രകാശ് വാടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കണ്ണൂരിൽ നിന്നും T ബാബു, പഴയങ്ങാടി. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.